റയൽ മാഡ്രിഡ് ഈസ് എ മിറാക്കിൾ ക്ലബ്. ക്രേസി തിങ്സ് ഹാപ്പൻ ഹിയർ. പീറ്റർ ഡ്യൂറിയുടെ വിശ്വവിഖ്യാതമായ കമന്ററി ഒരുപക്ഷെ ഇന്നലെ റയൽ ആരാധകരുടെ ചെവിയിൽ വീണ്ടും മുഴങ്ങിക്കേട്ടിരിക്കണം. ദീർഘകാലമായി അവർ കാത്തിരുന്ന പോലെ ഒരു പെർഫോമൻസ് തങ്ങളുടെ ടീം നടത്തുമ്പോൾ ഈ വാക്യങ്ങളല്ലാതെ പിന്നെന്താണ് അവർക്കുള്ളിലൂടെ കടന്നു പോവുക? 1.5 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു ലാലിഗ മത്സരത്തിൽ 5 ഗോളുകൾ അടിക്കുന്നു. 5 നേടിയതാകട്ടെ ലാ ഫാബ്രിക്ക എന്ന തങ്ങളുടെ അക്കാഡമിയിൽ നിന്നും കളി പഠിച്ചിറങ്ങിയവർ. ഇതിൽ പരം എന്ത് ന്യൂ ഇയർ ഗിഫ്റ്റാണ് ഒരു മാഡ്രിഡ് ആരാധകന് വേണ്ടത്? എംബാപ്പയുടെ പരിക്കും എൻട്രിക്കിന്റെ പടിയിറക്കവും ഗോൺസാലോ ഗാർസിയയുടെ മുന്നിൽ വന്നു പതിച്ചത് ഒരു നിയോഗം പോലെയാണ്. ക്ലബ് ലോകകപ്പിൽ ആദ്യ 11-ൽ എങ്ങനെ ഇടം പിടിച്ചോ ഏതാണ്ട് അതിന് സമാനമായി. അന്ന് ഗോൾഡൻ ബൂട്ടുമായി മടങ്ങിയ താരത്തിന് പക്ഷേ പിന്നീട് അതുപോലെ ഒരു അവസരം തുറന്നു കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ ഈ അവസരം നന്നായി അങ്ങ് മുതലെടുക്കാൻ ഗാർഷ്യ തീരുമാനിച്ചു. വലത് ഇടത് വിങ്ങിലായി റോഡ്രിഗോയും വിനിയും, തൊട്ടുപിന്നിൽ ബെല്ലിംഗ്ഹാമും, ഡബിൾ പിവട്ടായി കമാവിങ്ങും ഷോവുമിനിയും, ഫെഡറിക്കോ വൽവർഡെ, റൗൾ അസെൻസിയോ, റുഡിഗർ, കരേറസ്, തിബോ കോർട്ടു എന്ന ബാക്ക്ലൈനു കൂടി ചേരുമ്പോൾ എന്തിനും പോകുന്നൊരു നിരയുമായാണ് റയൽ സ്വന്തം മൈതാനത്തിറങ്ങിയത്. താനൊരു പെർഫെക്റ്റ് സ്ട്രൈക്കറാണെന്ന് തെളിയിക്കാൻ ഗോൺസാലോക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. മത്സരം തുടങ്ങി 20-ാം മിനിറ്റിൽ ആദ്യ ഗോൾ വന്നു. ബെറ്റിസ് ബോക്സിന്റെ ഇടത് വിങ്ങിൽ നിന്നും ഒരു ഫ്രീ കിക്ക് എടുക്കാൻ റോഡ്രിഗോ ഒരുങ്ങുമ്പോൾ ബോക്സിൽ ഗാർഷ്യ അടക്കം 6 റയൽ താരങ്ങളുണ്ട്. സെക്കൻഡ് പോസ്റ്റിലേക്ക് പറന്നിറങ്ങിയ റോഡ്രിഗോയുടെ ആ വലങ്കാലൻ ഷോട്ടിനെ മാൻമാർക്ക് ചെയ്യപ്പെടാതെ ഇരുന്ന് ഗാർഷ്യ തലകൊണ്ട് വലയിലേക്ക് തിരിച്ചുവിട്ടു. ലാലിഗയിൽ ഗാർഷ്യ നേടുന്ന ആദ്യ ഗോൾ. അത് സ്വന്തം കാണികൾക്ക് മുന്നിലായത് കാലം അയാൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു അനുഗ്രഹമായി പറയാം. സീസണിന്റെ തുടക്കത്തിൽ പൂർണ്ണ നിരാശ മാത്രം സമ്മാനിച്ച റോഡ്രിഗോയുടെ മിന്നലാട്ടങ്ങൾ ഗാലറിയുടെ ആവേശത്തിന് ഊർജ്ജമായി. രണ്ടാം പകുതിയിലേക്ക് കടന്ന് 5 മിനിറ്റ് തികയുന്നതേ ഉള്ളൂ. ബെറ്റിസിന്റെ ഹാഫിൽ നിന്നും റയൽ മിഡ്ഫീൽഡർമാർ ചേർന്നൊരു മുന്നേറ്റത്തിന് തുടക്കമിട്ടു. ഷോമെനിയിൽ നിന്നും ബെല്ലിംഗ്ഹാം, അവിടെ നിന്ന് നേരെ വൽവർഡയിലേക്ക്. ഒറ്റ ടച്ചിൽ പന്തിനെ പാകപ്പെടുത്തിയ വൽവർഡെ ബെറ്റിക്സ് ബോക്സിന്റെ എഡ്ജിലേക്ക് ഒരു ക്രോസ് ഒരുക്കി. അവിടെ പന്ത് സ്വീകരിക്കാനുണ്ടായിരുന്നത് 21-കാരൻ ഗാർഷ്യ തന്നെ. പറന്നിറങ്ങിയ പന്തിനെ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത ഗാർഷ്യ നിലം തൊടും മുമ്പേ വലങ്കാലൻ വോളിയിലൂടെ വലക്കകത്താക്കി. കണ്ട കാഴ്ച എന്തെന്ന് പോലും മനസ്സിലാവാത്ത റയൽ ആരാധകർ റീപ്ലേ വിഷ്വലിനായി സ്റ്റേഡിയത്തിലെ സ്ക്രീനിലേക്ക് നോക്കി. തന്നിലേക്ക് വന്ന പന്തിന്റെ വേഗവും ഗതിയും മനസ്സിലാക്കിയ കൃത്യമായ ട്രാപ്പിംഗ്, ആ ബോളിന്റെ മൂവ്മെന്റ് ജഡ്ജ് ചെയ്തുകൊണ്ടുള്ള കൃത്യമായ ബോഡി പൊസിഷനിങ്, പിന്നാലെ ഒട്ടും പിഴക്കാത്ത അളന്നു മുറിച്ചുള്ള ഒരു എക്സിക്യൂഷൻ. എടുത്ത 2 ഷോട്ടും ഗോളാക്കി മാറ്റിയ താരം ഈ മത്സരം തന്റെ പേരിൽ തന്നെ ഓർമ്മിക്കപ്പെടണമെന്ന് ഉറപ്പുവരുത്തുക കൂടിയായിരുന്നു. 3-ാം ഗോളിലേക്ക് വെറും 5 മിനിറ്റ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. വലത് വിങ്ങിൽ നിന്നുമുള്ള റോഡ്രിഗോയുടെ കോർണറിന് തലവെച്ച് അസെൻസിയോ സീസണിലെ ആദ്യ ഗോൾ നേടി. 65-ാം മിനിറ്റിൽ റയൽ ഡിഫൻസിനെ സമർത്ഥമായി വെട്ടിയൊഴിഞ്ഞ കൂച്ചോ കോർട്ടോയ്സിനെ കൂടി കബളിപ്പിച്ച് വലയിൽ നിറയൊഴിച്ചതോടെ 2026-ലെ ആദ്യ ക്ലീൻ ഷീറ്റ് എന്ന റയലിന്റെ സ്വപ്നമായി തന്നെ അവശേഷിച്ചു. 10 മിനിറ്റ് വ്യത്യാസത്തിൽ ബെറ്റിസ് ഒരിക്കൽ കൂടി റയൽ ഗോൾ മുഖത്തെത്തി. പകരക്കാരനെ ഇറങ്ങിയ റോഡ്രിഗോ റിക്കൽമിയുടെ ഷോട്ട് സൈഡ് പോസ്റ്റിലിടിച്ച് മടങ്ങിയപ്പോൾ റയൽ ആരാധകരുടെ ഉള്ളൊന്ന് പിടച്ചു. ആ പിടച്ചിൽ തിരിച്ചറിഞ്ഞ സാബി സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് നോക്കി. തന്റെ വിശ്വസ്തനായ അർദാ ഗുള്ളറിനെയും അർജന്റീൻ വിംഗർ മസ്തോന്റാനെയും കളിക്കാൻ ഇറക്കി. പകരം പുറത്തേക്ക് നടന്നത് വിനിയും റോഡ്രിഗോയും. മത്സരത്തിലെ 2 അസിസ്റ്റ് ഉൾപ്പെടെ അവസാന 4 ഷാട്ടിൽ 5 ഗോൾ കോൺട്രിബ്യൂഷനുമായി റോഡ്രിഗോ ഹാപ്പി ആയിരുന്നെങ്കിലും എന്നത്തെയും പോലെ വിനി ആ തിരിച്ചുവിളിയിൽ തൃപ്തനല്ലായിരുന്നു. തുടർച്ചയായ 18-ാം മത്സരത്തിലും ഗോൾ നേടാനാവാതെ താരം മടങ്ങുമ്പോൾ അതിന്റെ മുറുമുറുപ്പ് ബെർണാബ്യൂവിലെ ഗാലറിയിൽ നിന്നും ഉയർന്നു കേൾക്കാമായിരുന്നു. സാബിക്ക് തന്നിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ അർദാ ഗുള്ളറിന് വേണ്ടി വന്നത് 5 മിനിറ്റാണ്. ഒരു ത്രോ ബോളിൽ നിന്ന് തുടങ്ങിയ ബിൽഡപ്പ്. ബെറ്റിസ് ഹാഫിൽ നിന്നും റുഡിഗർ ബോക്സിലേക്ക് ഒരു ലോഫ്റ്റഡ് പാസ് നൽകുന്നു. ബോളിന്റെ പാത്ത് കൃത്യമായി മനസ്സിലാക്കിയ ഗുള്ളർ ഓഫ് സൈഡ് കെണിയിൽ അകപ്പെടാതെ ബോക്സിലേക്ക് ഓടിക്കയറി. ടച്ച് ലൈൻ കടക്കും മുമ്പ് ബോൾ കൺട്രോളിലാക്കിയ താരം ഗോൾ ഏരിയയിലേക്ക് നൽകിയ പാസിനെ ഒരു സിമ്പിൾ ബാക്ക് ഹീൽ ഫ്ലിക്കിലൂടെ ഗാർഷ്യ തന്റെ ഹാട്രിക് ഗോളാക്കി മാറ്റി. 3 ഷോട്ടിൽ നിന്ന് 3 ഗോളുമായി ഒരു പെർഫെക്റ്റ് ഹാട്രിക്. 6 വർഷം മുമ്പ് ഗലറ്റസറായ്ക്കെതിരെ റോഡ്രിഗോ നേടിയതിനു ശേഷം ഒരു റയൽ താരം നേടുന്ന ആദ്യ പെർഫെക്റ്റ് ഹാട്രിക്കാണിത്. സാബിയുടെ ഗുഡ് ബുക്കിൽ തന്റെ പേര് ഒരിക്കൽ കൂടി എഴുതി ചേർക്കാൻ ഇതിലും അപ്പുറം ഗാർഷ്യക്ക് എന്താണ് ചെയ്യാനാവുക? 88-ാം മിനിറ്റിൽ സാബി ഗാർഷ്യയെ തിരികെ വിളിച്ചു. നിറഞ്ഞു കവിഞ്ഞ ബെർണാബ്യൂ ഗാലറി നിറകൈയടികളുടെ താരത്തെ തിരിച്ചയക്കുമ്പോൾ VIP ബോക്സിൽ അതീവ സന്തോഷവനായി ഒരാൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പരിക്കേറ്റ് പുറത്തിരിക്കുന്ന കിലിയൻ എംബാപ്പെ. താനില്ലാത്ത മത്സരങ്ങളിൽ പലപ്പോഴും നിറമങ്ങുന്ന റയൽ മുന്നേറ്റ നിരയുടെ ഈ പ്രകടനം അയാൾ അത്രമേൽ സന്തോഷവാനാക്കിയിട്ടുണ്ട്. ഗോൺസാലോ ഗാർഷ്യക്ക് പകരമിറങ്ങിയ ഫ്രാൻ ഗാർഷ്യക്കായിരുന്നു ബെറ്റിസിന്റെ പെട്ടിയിൽ അവസാന അണിയടിക്കാനുള്ള ഡ്യൂട്ടി. ഇഞ്ചുറി സമയത്ത് വൽവർഡെ ഒരുക്കിയ ക്രോസിനെ മികച്ച ഫിനിഷിലൂടെ ഗോളാക്കി താരവും സീസണിലെ ആദ്യ ഗോൾ നേടി. 14-ാം ഗെയിം വീക്കിൽ ബാഴ്സയ്ക്ക് പിന്നിലേക്ക് വീണ റയൽ ഇപ്പോഴും 4 പോയിന്റ് പുറകിലാണ്. സൂപ്പർ കപ്പിനായി സൗദിയിലേക്ക് വണ്ടി കയറാൻ ഒരുങ്ങുമ്പോൾ റോഡ്രിഗോയുടെയും ഗുള്ളറിന്റെയും ഗാർഷ്യയുടെയും ഫോം റയലിന് പ്രതീക്ഷ നൽകുന്നു. എങ്കിലും വിനിയുടെ പെർഫോമൻസ് ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. പതിവിൽ നിന്ന് വിപരീതമായി ഇക്കുറി ജനുവരിയിൽ ടീമിൽ ആളെടുത്തേക്കുമെന്ന പരിശീലകൻ സാബിയുടെ പ്രസ്താവന വളരെ പ്രതീക്ഷയോടെയാണ് റയൽ ആരാധകർ നോക്കിക്കാണുന്നത്. ക്രൂസിന് ശേഷം ഒരു ടെമ്പോ കൺട്രോളറെ തിരയുന്ന റയൽ ആരെയാകും തട്ടകത്തിലെത്തിക്കുകയെന്ന് കാത്തിരുന്നു കാണാം.